വാർത്തകളിലേക്ക് വിശദമായി. ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ സംഘർഷം. UDF കൌൺസിലർമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമായി പോലീസ് ഏറ്റുമുട്ടി. ലാത്തിയടിയേറ്റ് ഒരു UDF കൌൺസിലറുടെ തലപൊട്ടി. പരിക്ക് പറ്റിയവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ CPM പ്രവർത്തകരും പോലീസും സഹായിക്കുന്നില്ലെന്ന് UDF ആരോപിക്കുന്നു. സംഘർഷത്തിനിടെ മേയർ ഓഫീസിലെത്തി. ഇപ്പോൾ മേയർ മാധ്യമങ്ങളെ കാണുന്നത് തുടരുകയാണ്. അതിലേക്ക് അതെ, CPM പറഞ്ഞല്ലോ, അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ CPM. കാരണം ഇത് CPM ഈ കാര്യം അന്വേഷിച്ചതിന് ശേഷമുള്ള CPM പറയുന്നത്. കാരണം ഈ കമ്പനിയെ സംബന്ധിച്ച് അന്വേഷിക്കണം. കാരണം ഈ കമ്പനി ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒരു പ്ലാന്റ് നടത്തിയതായിട്ട് നമുക്കറിയില്ല. അതൊന്നും എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ പറയില്ല. തീപിടുത്തത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ആരാണോ അതിൽ കുറ്റക്കാർ അവർ പുറത്തു വരുമല്ലോ, വരട്ടെ. അതെ, അതാണ് ഇപ്പൊ പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞു. അതായത് വീടുകളിൽ കഴിയുന്നത്ര ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യുക. ചെയ്യാൻ കഴിയാത്ത വീടുകളിൽ നിന്നും നമ്മൾ വേസ്റ്റ് എടുക്കേണ്ടി വരും. കഴിയുന്നത്ര ചെയ്യുക. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ലേ. 3 മാസത്തെ പ്രോഗ്രാമാണ് ഇട്ടേക്കണത്. അതുകൂടാതെ ഈ ബയോബിൻസ് ഡിവിഷൻ അടിസ്ഥാനത്തിലും നമുക്ക് ചെയ്യാവുന്ന ബയോബിൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്ത് നമുക്ക് മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരുന്നത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, തരംതിരിച്ച് മാലിന്യം കൊണ്ടുവരിക. 2, കഴിയുന്നത്ര വികേന്ദ്രീകൃതമായി സംസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ഞാനല്ല ആരോപണം. ഒരു കത്ത് വന്നത് അജ്ഞാതനല്ല, പേരൊക്കെ വെച്ച കത്ത് ചെയ്തേക്കണം. ഇയാളെ ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടില്ല. ഞാൻ പോലീസ് കമ്മീഷൻ കൊടുക്കാനും പറഞ്ഞു. കൈമാറിയൊന്ന് സെക്രട്ടറിയോട് ചോദിക്കണം. എൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസ് കമ്മീഷണർ കൈമാറാൻ പറഞ്ഞു. ഞാനെന്താ ആ കത്തിന്റെ പിന്നാലെ ഞാൻ നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഞാൻ കൗൺസിലിൽ പങ്കെടുക്കാനാണ് വന്നത്. ഞാൻ കൗൺസിലിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്റെ വണ്ടി തടഞ്ഞു. എന്റെ വണ്ടി കൗൺസിലർമാരും കൗൺസിലിൽ പുറത്തുള്ള ആളും കൂടി തടയണത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ, ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴും അവർ തടഞ്ഞു. ഞാൻ മോളിൽ കയറാൻ പോയപ്പോഴും അവർ തടഞ്ഞു. ഞാനല്ലല്ലോ പോലീസിനോടൊന്നും പറഞ്ഞത്. പോലീസ് രക്ഷാ കവചം ഉണ്ടാക്കി എന്നെ ഇവിടം വരെ കൊണ്ടുവരികയാണ് ചെയ്തത്. പോലീസിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു അധികാരവും എനിക്കില്ലല്ലോ. ഞാൻ മേയർ മാത്രമല്ല. എന്തിന് ഞാനൊരു പോലീസ് പ്രൊട്ടക്ഷനും ഞാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലൊന്നും പോയിട്ടില്ല. സ്വാഭാവികമായ ഒരു നിയമപരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇടപെടില്ലേ? പോലീസ് ഇടപെടില്ലേ? അത്ര ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെ അതൊക്കെ ഹാജരാക്കാമല്ലോ. ഈ കൊച്ചി ഇപ്പൊ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി പ്ലാസ്റ്റിക് മാലിന്യം വേണ്ട. മുഖ്യമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം ബ്രഹ്മപുരത്തേക്ക് വേണ്ട, അവിടെ ഒരു തിരുമേനിക്കും ഒരു സ്ഥാനമൊന്നുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ച സ്ഥിതിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യം അവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് പരിശോധിക്കപ്പെടേണ്ട സാധനം. അങ്ങനെയല്ല. അതെന്താന്ന് വെച്ചാൽ റോട്ടിൽ കിടന്ന വേസ്റ്റ് രാത്രിയാണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അന്ന് അന്തരീക്ഷം അത്ര ക്ലിയർ അല്ലായിരുന്നു. ആദ്യത്തെ 2 ദിവസം രാത്രിയാണ് അങ്ങോട്ട് റിമൂവ് ചെയ്തത്. അപ്പോൾ ഈ ആളുകൾ കെട്ടി അവിടെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന മാലിന്യമാണ്. അത് ഈ രാത്രി അവിടെ ഇട്ട് തരംതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ പാവപ്പെട്ട തൊഴിലാളിയല്ലേ. അതുകൊണ്ടാണ് അവർ അവിടെ കൊണ്ടുവന്നത്. അത് അവരോട് പറയുകയും ചെയ്തു. ഇതിന് മേലത് ആവർത്തിക്കില്ലെന്നും അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാനും നമ്മൾ നിർദ്ദേശിച്ചത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് അല്ലേ, വേറെ വലിയ അപകടമില്ല. ഒരു വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് അല്ലേ, വേറെ അപകടം ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് മാറ്റാമോ. കൊച്ചി ജനതയോട് ഇത്ര ദിവസം 12 ദിവസം എന്തായാലും നമ്മളൊക്കെ ഈ പുക ശ്വസിച്ചു. അവരോട് അങ്ങേക്ക് എന്താണ് പറയുന്നത്? അല്ല, എനിക്ക് പറയാനുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ചെയ്തു. കഴിഞ്ഞ വർഷം ഈ ബയോമൈനിങ് നടന്നപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്കൊരു ആദ്യം വന്നപ്പോൾ ഇതേപോലെ ഒരു തീപിടുത്തം ഉണ്ടായി. ഇത്രയധികം വണ്ടികളും മറ്റു വർക്ക് ഫോഴ്സുകളും അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അണയ്ക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മൾ. പക്ഷെ ആ പ്രതീക്ഷ ഇങ്ങനെ നീണ്ട് ഫയർഫോഴ്സിന്റെയും കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് തീപിടുത്തം നീങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം. എല്ലാവരുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.
കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായി അവിടെ നാടകീയമായ സംഭവങ്ങളാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും ഉള്ളിലുമൊക്കെ നടന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മേയർ വിശദീകരിക്കുകയായിരുന്നു. പോലീസ് നടപടി താൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്ന് മേയർ പറയുന്നു. കൌൺസിലർമാരെ മർദ്ദിച്ചെങ്കിൽ പോലീസിന് അവരുടേതായ കാരണങ്ങൾ അതിനുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ കൌൺസിലർമാർ ആസൂത്രിതമായാണ് ചില നീക്കങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോർപ്പറേഷൻ ഓഫീസിനകത്ത് വന്ന് നേതൃത്വം നൽകി. ബിഷപ്പ് പുക സംബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ചില ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നു. പലയിടത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചില മരണങ്ങൾ പോലും പുക ശ്വസിച്ചുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു. കക്ഷിരാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് പ്രശ്നപരിഹാരത്തിന് ഒരുമിച്ച് നീങ്ങണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മേയർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. തീപിടുത്തമുണ്ടായപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സാധ്യമായതെല്ലാം എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ 3 മണിക്കൂറായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും അകത്തും ഒക്കെ നടന്നത്. വലിയ പ്രതിഷേധം UDF കൌൺസിലർമാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അവർ മേയറെ തടയാൻ ശ്രമിച്ചു. DCC പ്രസിഡന്റ് കോർപ്പറേഷൻ ഓഫീസിനകത്ത് കയറി എന്ന ആരോപണം ഉയരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരെ പോലീസ് അതിക്രമമുണ്ടായി എന്നതാണ് UDFന്റെ വാദം. എന്തായാലും വലിയ സംഘർഷങ്ങൾക്കാണ് അവിടെ വഴിവെച്ചത്. ഒരു UDF കൌൺസിലർക്ക് വലിയ രീതിയിൽ പോലീസ് ലാത്തിചാർജിൽ തലയ്ക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ടായി. ഏറെ നേരം സംഘർഷം നിലനിന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മേയർ എത്തുകയും ഓഫീസിൽ പ്രവേശിക്കുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ കാണുന്നത് UDF കൌൺസിലറുടെ തലയ്ക്ക് പരിക്കേറ്റതാണ്. കറുപ്പണിഞ്ഞുകൊണ്ട് പ്രതിഷേധ സൂചകമായി കറുപ്പണിഞ്ഞുകൊണ്ടാണ് UDF കൌൺസിലർമാർ എത്തിയത്. എന്തായാലും സംഘർഷം ഇപ്പോൾ അയഞ്ഞിരിക്കുന്നു. പക്ഷേ ഏറെ നേരം സംഘർഷം അവിടെ നിലനിന്നു. പോലീസ് ലാത്തിവീശി കൌൺസിലർക്കുൾപ്പെടെ പരിക്ക് പറ്റുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ DCC പ്രസിഡന്റിനെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്ന ആരോപണം UDF ഉന്നയിക്കുന്നുണ്ട്. പോലീസിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ട് എന്നാണ് മേയർ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് അവിടെ നടന്ന ആ സംഘർഷത്തിൻ്റെതായ ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ അല്പസമയത്തിനകം അവിടെ എന്താണ് കോർപ്പറേഷൻ ഓഫീസിലും പരിസരത്തും നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് ഇതേ വിഷയത്തിൽ കോടതി ഇടപെടൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കോടതി വിമർശിച്ചു. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രവർത്തനം സർക്കാർ മോണിറ്റർ ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. 7 വർഷമായി മാലിന്യ നീക്കത്തിന് ചെലവാക്കിയ തുക എത്രയെന്നും കരാറും അറിയിക്കണമെന്നും കോടതി പറഞ്ഞു. ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഓൺലൈനിൽ ഹാജരാകാൻ വൈകിയതിൽ ജില്ലാ കളക്ടറെയും കോടതി വിമർശിച്ചു. പുക ശ്വസിച്ച് ഒരാൾ മരിച്ചതായുള്ള ആരോപണത്തിൽ മരിച്ചയാളുടെ രോഗവിവരങ്ങളും മരണകാരണവും അടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസ് നാളെ പരിഗണിക്കാനായി മാറ്റി. സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ബ്രഹ്മപുരത്ത് തീയണഞ്ഞു, പുക ഏതാണ്ട് ഏറെക്കുറെ എല്ലാം തന്നെ ശമിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച്, കോർപ്പറേഷനെ സംബന്ധിച്ച് ഒന്നും തലവേദന മാറില്ല എന്ന സൂചന തന്നെയാണോ ഇന്നത്തെ കോടതി നടപടികൾ നൽകുന്നത്?
തീർച്ചയായും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുര കേസിന്റെ സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ആദ്യം ജില്ലാ കളക്ടറെ രൂക്ഷമായി വിമർശിച്ചു. ഓൺലൈനിൽ കയറാൻ, കോടതി നടപടികളിൽ കയറാൻ വൈകിയതിനാണ് രൂക്ഷമായ വിമർശനം കളക്ടർക്കുണ്ടായത്. കളക്ടർ 95% തീ കെടുത്തി എന്നാണ് അവകാശപ്പെട്ടത്. മൊബൈൽ ലാബുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നും പറഞ്ഞപ്പോഴും ഒരു കൊച്ചി നിവാസി എന്ന രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണണമെന്ന ഒരു കോടതി ഒരു താക്കീത് ജില്ലാ കളക്ടർക്ക് നൽകുകയുണ്ടായി. ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മലിനീകരണ നിയന്ത്രണ പ്ലാന്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് മാലിന്യ നിർമ്മാർജ്ജന ബോർഡിന് വേണ്ടി ഹാജരായ ഉദ്യോഗസ്ഥൻ ബോധിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ വിളിക്കേണ്ടി വരും എന്ന് കോടതി താക്കീത് ചെയ്യുകയും ചെയ്തു. രൂക്ഷ വിമർശനമാണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് എതിരെ ഉണ്ടായിരിക്കുന്നത്. പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് എന്ന് കോടതി പറഞ്ഞു. നാളെ മുതൽ ഈ കോടതിയിൽ നടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ പോവുകയാണെന്നും ജസ്റ്റിസ് ആട്ടി പറഞ്ഞു. ഏതായാലും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രവർത്തനം സർക്കാർ മോണിറ്റർ ചെയ്യണമെന്നും കോടതി തദ്ദേശ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനി ഒരു കമ്പനിക്കെതിരെ മൂവ് ചെയ്യും എന്ന് PCBയോട് ചോദിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും, കോമ്പൻസേഷൻ മേടിച്ചു നൽകും എന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞു. നാളെ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കൊച്ചി സിറ്റി ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റീസിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. LSGD ഓരോ ജില്ല തിരിച്ചും പൊല്യൂഷൻ ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് കോടതി ചോദിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ നടപടികൾ നടക്കാറുണ്ട്. എയർ, വാട്ടർ, ലാൻഡ് എന്നിവ തിരിച്ചാണ് പൊല്യൂഷൻ അനാലിസിസ് നടത്തേണ്ടത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടത്തുന്നു എന്നും LSGD അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു. കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരം പ്ലാന്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല, മാലിന്യ പ്ലാന്റ് കണ്ടിട്ട് ഒരു നശിപ്പിക്കപ്പെട്ട കമ്പനിയായി തോന്നുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ബ്രഹ്മാവിന്റെ പേരിലുള്ള ഈ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോഗ്രാഫാണോ ഇത് എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. മാലിന്യമല കണ്ടപ്പോൾ ആണ് കോടതി ഇത്തരത്തിൽ ഒരു വാക്കാൽ പരാമർശം നടത്തിയത്. കഴിഞ്ഞ 7 വർഷമായി ബ്രഹ്മപുരം മാലിന്യ നീക്കവും പ്രോസസിംഗിനുമായി എത്ര ചെലവാക്കി എന്ന് സെക്രട്ടറി അറിയിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രേണുക, ശരി, എന്തായാലും വളരെ ശക്തമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ച് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കോടതി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ ഏതാണ്ട് 3 മണിക്കൂറായി വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് നടന്നത്. വലിയ രീതിയിൽ പോലീസും കൗൺസിലർമാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി, സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശി, കൗൺസിലർക്ക് പരിക്കേറ്റു. DCC പ്രസിഡന്റിനെ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം UDFന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഡാനി പോൾ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് അവിടെ അരങ്ങേറിയത്. ഈ ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് പുകയും തീയും ഉയരുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം സാധ്യമായിരുന്നില്ല. അത് ഒന്നടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതാണോ ഇന്ന് കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തും കോർപ്പറേഷൻ ഓഫീസിനുള്ളിലും കണ്ടത്? രേണുക, ഇതിൽ ബ്രഹ്മപുരം വിഷയത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു കോർപ്പറേഷൻ കൗൺസിൽ എന്ന പേര്, കൗൺസിൽ എന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മന്ത്രിതല യോഗത്തിന് വിശദാംശങ്ങൾ അറിയിക്കാനായിട്ട് ചേർന്നത്. അതിൽ തുടക്കം മുതൽ തന്നെ ഇന്ന് പ്രതിഷേധത്തിന്റെ മുഴുവൻ സാധ്യതയും തുറന്നിട്ടുകൊണ്ട് തന്നെയായിരുന്നു. കാരണം ഇതിൽ കൃത്യമായിട്ട് തന്നെ ഇതിൽ മേയർ അധ്യക്ഷത വഹിക്കാൻ സമ്മതിക്കില്ല എന്നടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പരിസരം ഇപ്പോഴും സംഘർഷം ഒട്ടും തന്നെ ഒഴിഞ്ഞിട്ടില്ല. ഇത് കാണുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരാണിത്. നിരവധി പേർക്ക് ഇവിടെ അടികിട്ടിയിട്ടുണ്ട്. ഇതിന് പുറത്ത് ഇന്ന് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഇതിന് ഈ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിന് പുറത്ത് ഇപ്പോഴും CPM പ്രവർത്തകർ തന്നെ അവരെ ഇത് ഉപരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോർപ്പറേഷൻ ഇന്നത്തെ കൗൺസിലുണ്ടായ പ്രവർത്തകരാണ്. ഇതെല്ലാം തന്നെ പോലീസ് നടപടി, പോലീസ് കൃത്യമായിട്ട് തന്നെ ഇവിടെ തടയുന്ന പ്രവർത്തകരെ മുഴുവനായിട്ട് തന്നെ മർദ്ദിക്കുകയുണ്ടായിരുന്നു. അതോടൊപ്പം അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തന്നെ കൗൺസിലർമാർക്ക് നേരെ
അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു പറയുന്നത്. നമുക്കൊപ്പം കൗൺസിലർമാരടക്കം ഒരിക്കലും ഒരു ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്ന കൗൺസിലർക്ക് ചരിത്രത്തിൽ ഇതേപോലെ കോർപ്പറേഷനിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങള് പ്രതിപക്ഷം ഇരിക്കുമ്പോ നമുക്ക് പ്രതികരിക്കണ്ടേ? ഇതൊക്കെ പ്രതികരിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമാണ് ഇതേപോലെ തല്ലിച്ചതച്ച് ഒതുക്കി ഏകാധിപത്യ ഭരണം. ജനങ്ങൾക്ക് ആർക്കും ഇനി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. 2014 ഒരു ദിവസം മുഴുവനും മേയർ തടഞ്ഞു വെച്ച് ഞങ്ങളൊന്നും പ്രതികരിച്ചില്ലല്ലോ. മേയർക്കെതിരെയുള്ള ഒരു മേയർ വാഹനം കടന്നു വരുമ്പോഴായിരുന്നു ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം ഇതേപോലെ ആ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് എന്തായിരുന്നു വളഞ്ഞിട്ട് തന്നെയാണ് അതിക്രൂരമായിട്ട് സ്ത്രീകളെ പോലും നോക്കാതെയാണ് ജീവിക്കുന്ന സ്ത്രീകൾ കൗൺസിലർമാരെ പോലും നോക്കാതെയാണ് വർദ്ധിച്ചത്. നിങ്ങളൊന്നും വേണ്ട, CCTV പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി ചവിട്ടി പൊളിച്ചോണ്ടാണ്. പോലീസുകാര് ലാത്തി വീശിയതാണ്. ഞങ്ങൾ സെക്രട്ടറിയുടെ റൂമിന്റെ മുന്നിലിട്ട് ലാത്തി വീശി എല്ലാവരെയും. അത് വനിതാ പോലീസുകാരല്ല, പുരുഷ പോലീസ് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അതെ, വനിതാ പോലീസ് എത്ര ആൾക്കാരുണ്ട്? കയ്യിൽ എണ്ണാവുന്ന എത്ര വനിതാ പോലീസുകാരുള്ളായിരുന്നു? ബാക്കി മുഴുവൻ പുരുഷ പോലീസുകാരായിരുന്നു. മുൻപും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഇതുപോലെ സ്ത്രീകളുടെ നേരെ ഇത്ര അതിക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിനെ വിളിക്കുന്നത് നിയമം നടപ്പിലാക്കാനാണ്, അല്ലാണ്ട് ഈ അതിക്രമം കാണിക്കാനായിട്ട് ആവരുത്. പോലീസ് വന്നാൽ ഞങ്ങൾക്ക് സംരക്ഷണം വേണ്ടേ? ഞങ്ങളും ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് കൗൺസിലിനുള്ളിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലീസ് ഞങ്ങളെ തടഞ്ഞു വെച്ച് തല്ലി ചതച്ച് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ പുറത്ത് നിങ്ങളിപ്പോ നിൽക്കുന്നത് മേയറെ കണ്ടിട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള സമരങ്ങൾ മേയർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൗൺസിലേഴ്സ് ഇല്ലാതെ എന്ത് കൗൺസിൽ ഇവിടെ നടക്കാൻ സാധിക്കും? കൗൺസിലേഴ്സ് എല്ലാരെയും പുറത്തിട്ടിട്ട് ഇവരെന്താണ് ഇവിടെ നടപ്പിലാക്കുന്നത്? വാർത്തകൾ തുടരുന്നു. സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം അടുത്ത മാസം 18 മുതൽ ആരംഭിക്കും. വിഷയം അതീവ പ്രാധാന്യമുള്ളതാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, കേന്ദ്ര സർക്കാർ ഇന്നലെ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. കൂടുതൽ വിശദമായ പരിശോധന ഈ വിഷയത്തിൽ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അതീവ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് തന്നെയാണ് രേണുക ഈ ഒരു വിഷയം പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത് നിയമപരമാക്കണമെന്നുള്ള ഹർജികൾ പരിഗണിച്ചപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നുള്ള നിർദ്ദേശമായിരുന്നു സുപ്രീംകോടതി ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത്തരത്തിൽ അതീവ പ്രാധാന്യമായി കണക്കാക്കേണ്ടപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ 5-അംഗ ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ എന്നുള്ള നിലപാട് കോടതി എടുക്കുകയായിരുന്നു. അത് ഏപ്രിൽ 18 മുതൽ ഇതിന്റെ വാദം തുടങ്ങുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ എതിർ സത്യവാങ്മൂലം എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അധിക സത്യവാങ്മൂലം എന്തെങ്കിലും കേന്ദ്രത്തിന് നൽകണമെന്നുണ്ടെങ്കിൽ അത് 3 ആഴ്ചയ്ക്കകം തന്നെ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഈ സ്വവർഗ വിവാഹത്തിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്, അതായത് ഇത് ഇന്ത്യൻ സംസ്കാരത്തിനും ജീവിത രീതിക്കും ഇത് എതിരാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സത്യവാങ്മൂലം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട 2 ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിരുന്നു. ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു സുപ്രീം കോടതി കേന്ദ്രത്തോട് ഈ സത്യവാങ്മൂലം നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതനുസരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത്. ഈ ഹർജി ഇന്ന് പരിഗണിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ, ഏപ്രിൽ 18 മുതൽ വാദം. എന്തായാലും ഭരണഘടനാ ബെഞ്ചാണ് ഇനി ഈ വിഷയം പരിഗണിക്കുന്നത്. ഏപ്രിൽ 18 മുതൽ വാദം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.